ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന സംഭവമാണ് ഈ കോൾ റെക്കോർഡർ. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരുന്ന കോളുകളൊക്കെ റെക്കോർഡ് ആവണം. മിക്കവാറും ഫോണിൽ ഇതിനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാൽ ചില ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് കോൾ റെക്കോർഡ് ആകുന്ന ഓപ്ഷൻ ഇല്ല. ഇതുള്ള ഫോണിൽ തന്നെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല ചിലതൊന്നും. നമ്മൾ ഒരുപാട് കോൾ റെക്കോർഡ് ആപ്ലിക്കേഷനൊക്കെ റിവ്യൂ ചെയ്യുകയും ചെയ്തിക്ക് എല്ലാവർക്കും എല്ലാം വർക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ 6 നാട്ടിൽ 100 ഭാഷ എന്ന് പറഞ്ഞതിലോട്ട് എല്ലാ ഫോണിലും എല്ലാം സപ്പോർട്ടാകില്ലല്ലോ. നമുക്കിന്ന് ഒരു അടിപൊളി കോൾ റെക്കോർഡർ നോക്കാം. ഒരുവിധം ഫോണിലൊക്കെ സപ്പോർട്ടാകുന്നതാണ്. ഞാൻ ചെക്ക് ചെയ്തെടുത്തോളം ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും ഒക്കെ കിട്ടുന്നുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അടുത്തുള്ള കോൾ റെക്കോർഡർ ഒന്നും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇതൊന്ന് എടുത്തു നോക്ക്. ഓൾ ഇൻ വൺ കോൾ റെക്കോർഡർ എന്നതിന്റെ പേര്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. കോൾ റെക്കോർഡർ മാത്രമല്ല, ഇതിൽ സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്യുക. കുറെ നല്ല ഓപ്ഷൻ ഉണ്ട്. നല്ല അടിപൊളി സംഭവമാണ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊന്ന് സെറ്റപ്പ് ചെയ്യുക. എങ്ങനെയാന്ന് നോക്കുക. ഓപ്പൺ ചെയ്താൽ ഇതാണ് ഇതിന്റെ ഇന്റർഫേസ്. ഇവിടെ ഒരു കോൾ റെക്കോർഡ് ബട്ടണും ഇവിടെ ഒരു ഓഡിയോ വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ബട്ടണും ഉണ്ട്. നമ്മൾ ഈ കോൾ റെക്കോർഡർ ക്ലിക്ക് ചെയ്യുന്നേരം 1-2 പെർമിഷൻ ചോദിക്കും. അതൊന്ന് അലോ ചെയ്ത് കൊടുത്തേക്കുക. പെർമിഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ചാലുമായിട്ടോ. ഇത് പിന്നെ വർക്ക് ചെയ്തോളും. കോളൊക്കെ വരുന്നേരം നമുക്ക് റെക്കോർഡ് ചെയ്യാം. പക്ഷേ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന കോളുകൾ റെക്കോർഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? സെറ്റിംഗ്സിൽ ചെറിയൊരു സംഭവം ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഓരോ കോളും മാനുവലായിട്ട് റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റെക്കോർഡ് ചെയ്യേണ്ടി വരും. അതിന് സെറ്റിംഗ്സിൽ എന്താ വേണ്ടിയത്? സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്താൽ ഇവിടെ മേലെ മാനുവലി റെക്കോർഡ് കോൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. റെക്കോർഡ് കോൾസ് എന്നുള്ള അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ഓൾ കോൾസ് എന്നുള്ള അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത്രയും ചെയ്താൽ മതി. ഇനി നമുക്കൊരു കോൾ ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ ഒരു കോൾ വരുന്നുണ്ട്. ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അറ്റൻഡ് ചെയ്ത് നമ്മൾ കുറച്ച് സംസാരിച്ച് ഇത് ഞാൻ തന്നെ ഇതിലേക്ക് വിളിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഇതിന്റെ ഫയൽ ഐ ഡി ഉണ്ടാകാൻ നോക്കുന്നറിയണ്ടേ, അതിന് വേണ്ടിയിട്ട് കാണിച്ചിരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം റെക്കോർഡ് ബട്ടൺ. മാനുവലായിട്ട് റെക്കോർഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടുന്ന് റെക്കോർഡ് ചെയ്യാം. ഇവിടുന്ന് റെക്കോർഡിംഗ് ക്യാൻസൽ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കോൾ റെക്കോർഡ് ആയിക്കോളും. ഇനി നമ്മൾ ഈ കോൾ റെക്കോർഡിങ് എവിടെ ഉണ്ടാകാൻ നോക്കുക, അതല്ലേ നോക്കണ്ടേ. ഇത് കട്ട് ചെയ്യാം. കോൾ കട്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ റെക്കോർഡ് ബട്ടണും പോയിക്കോളും. കോൾ വരുന്നേരം മാത്രമേ അത് വരികയുള്ളൂ. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ തുറന്നു നോക്കാം. ആപ്ലിക്കേഷൻ തുറന്നാൽ എന്താ ഇവിടെ മേലെ ഒരു സ്റ്റോറേജ് ഐക്കൺ കാണില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്ത ആ കോള് ഇവിടെ ഉണ്ടാവും. ഇവിടുന്ന് നമുക്ക് ഇത് കേട്ട് നോക്കാം. ഇതാ ക്ലിക്ക് ചെയ്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കോൾ റെക്കോർഡിങ് അവിടെ തന്നെ സേവ് ആയി. ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മളെ ഫയൽ മാനേജറിലും ഇത് നമുക്ക് കിട്ടും. അത് എവിടെയാണ് കിട്ടുക? നമ്മളെ ഫയൽ മാനേജർ എടുത്തിട്ട് ഇവിടെ ഇന്റേണൽ സ്റ്റോറേജിൽ ഉണ്ടാകുക ആൻഡ്രോയിഡ് എന്നുള്ള ഇടത്തിൽ ഉണ്ടാവും. ആൻഡ്രോയിഡ് എന്നുള്ള ഓപ്പൺ ചെയ്താൽ ഇവിടെ മീഡിയ എടുക്കുക. മീഡിയ എടുത്താൽ ഈ ഓൾ ഇൻ വൺ കോൾ റെക്കോർഡിന്റെ ഇതിവിടെ കാണും. അതിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത കോൾസ് ഇവിടെ ഉണ്ടാവും. ഇവിടുന്ന് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. സംഭവം എങ്ങനെയുണ്ട്? ആവശ്യക്കാർ ഉപയോഗിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട. അത് നമുക്കൊരു ബൂസ്റ്റ് ആട്ടോ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.